മലയാളത്തിൽ എക്കാലത്തെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമ ഞാൻ ഈ അടുത്ത സമയത്ത് ടി വി കണ്ടപ്പോൾ എൻ്റെ അമ്മോ ഇത് എന്തൊരു കൂറ പടവടാ എന്ന് തോന്നിപ്പോയി. സൗണ്ടിങ്ങിലാണ് സിനിമയ്ക്ക് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഫ്രെയിമിങ്ങിൽ അങ്ങ് ഭയങ്കര അത്ഭുതങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. പുതിയ സിനിമാ തലമുറയിലെ ആൾക്കാരെ മൊത്തം എടുത്താലും അവരുടെ ഫോക്കസ് മുഴുവൻ പണമാണ്. ഡേറ്റില്ല എന്ന് പറയുന്ന ഏതൊരു നടൻ്റെ അടുത്തോട്ട് ചെന്നിട്ടും അവൻ ചോദിക്കുന്നതിനെക്കാട്ടി ഒരു 50 ലക്ഷം കൂടുതൽ കൊണ്ട് കൊടുത്താൽ നാളെ അവൻ ഡേറ്റ് തരും. ഇവിടെ പലരും പറയും ഞങ്ങൾക്ക് ഡേറ്റില്ല, ഒരു വെണ്ടക്കയില്ല. ഇന്നിപ്പം സംവിധായകനൊക്കെ എന്ന് പറയുന്നത് വെറും പേരായി മാറി പലപ്പോഴും. ആർക്കും പോയി സംവിധാനമൊക്കെ ചെയ്യാം. കാരണം എല്ലാവരും സംവിധായകന്മാരാണ്. നടൻ സംവിധായകനാണ്, ക്യാമറമാൻ സംവിധായകൻ, ആർട്ട് ഡയറക്ടർ സംവിധായകനാണ്, ടെക്നീഷ്യൻ, മറ്റേ അപ്പുറത്തിരിക്കുന്ന സ്പോട്ട് എഡിറ്റർ സംവിധായകൻ. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു താത്വിക അവലോകനം, ഈ സിനിമ ചെയ്തതിനും ശേഷവും അതിന് മുൻപും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ സിനിമ ഇതായിരിക്കണം, അല്ലെങ്കിൽ ആൾ സ്ക്രിപ്റ്റ് ഏറ്റവും നല്ല സ്ക്രിപ്റ്റാണ്, എൻ്റെ സിനിമ ഒരു പക്ഷേ ജനങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കാം എന്നൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടാകും ഡെഫിനറ്റ്ലി. അപ്പം അതിന് ശേഷം ഈ ഒരു സിനിമ ഇപ്പോൾ നോക്കിക്കാണുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ആർജിച്ചെടുത്തിട്ടുണ്ട്? അതായത് അന്ന് സത്യം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ല എന്തോ പറയുന്നത്, മരുഭൂമിയിൽ ആടുജീവിതത്തിനകത്ത് നജീബ് മരുഭൂമിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എത്ര അഴുക്ക വെള്ളമായാലും കിട്ടിയാൽ കുടിക്കും. കാര്യം അവിടെ ആവശ്യമൊന്നും, നമ്മുടെ നീടെന്ന് പറയുന്നത് വെള്ളമാണ്, അതിൻ്റെ ക്വാളിറ്റി അല്ല. അപ്പം അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. കാര്യം ഞാൻ ഈ പറയുന്ന കുറേ കാലം ഇങ്ങനെ നടന്ന് എല്ലാവരുടെ പരിഹാസങ്ങളും നെഗറ്റിവിറ്റികളും മാത്രം കേട്ട് പോകുന്ന എനിക്ക് അടിപൊളി, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു സിനിമ എടുക്കണം, ആ സിനിമ അല്ലെങ്കിൽ ഇത്ര രൂപ ബഡ്ജറ്റിൽ അതിന് വേണ്ടി വരുത്തണം, അത് തിയേറ്ററുകളിൽ ഇത്ര ദിവസം ഓടണം, അത് ഹിറ്റാവണം, ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് 10 പേരെ വിളിച്ചിട്ടൊരു പടം ചെയ്ത് പുറത്തിറങ്ങിയില്ലെങ്കിൽ പോലും തീർക്കാൻ കഴിയണേ. അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന ചില മൂന്നാംകിട സിനിമകളുണ്ടല്ലോ, ഈ 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് ഒരു മനുഷ്യൻ പോലും ശ്രദ്ധിക്കാത്ത ഒരു സിനിമയായാലും അങ്ങനൊരു സിനിമയെങ്കിലും ചെയ്ത് ഒരു സംവിധായകനാകണം, അല്ലെങ്കിൽ ഞാനൊരു സംവിധായകനാണ് എന്നൊക്കെ പറയണമെന്നൊക്കെ മാത്രമേ ഞാനന്ന് ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ജനങ്ങൾ കണ്ടിട്ടുണ്ട്. കാര്യം ആമസോണിൽ എനിക്കറിയാം എൻ്റെ വ്യൂഷിപ്പ് എത്ര ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനകത്ത് കിട്ടിയ പൈസ എനിക്കറിയാവുന്നുണ്ട്. ഈവൻ യൂട്യൂബിലൊക്കെ 10 ലക്ഷം വ്യൂസൊക്കെ വരികയും പിന്നീട് അത് പല റിമൂവൊക്കെ ആയി പോയിട്ടുണ്ട്. അതിനകത്തുള്ള കമൻസുകൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടക്കുന്നതിനകത്തുള്ള കമൻസുകളൊക്കെ വളരെ നല്ല കമൻസുകളാണ്. ഞാൻ എന്താണോ ആ സിനിമയിൽ നിന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോഴും ഈ ഇലക്ഷൻ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഒരുപാട് കട്ടിങ്സുകൾ ഇലക്ഷൻ സമയത്ത് ഓടുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ കുറച്ചും കൂടെ വിജയം അതിനുണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. സാഹചര്യങ്ങൾക്ക് കുറച്ചും കൂടെ അനുകൂലമായിരുന്നില്ല. ഒമിക്രോൺ സമയത്താണ് റിലീസ് ചെയ്തത്. വെറും 4 ദിവസത്തെ ഗ്യാപ്പിൽ, അതായത് ഡിസംബർ 26 ഡിസംബർ 31 സിനിമ റിലീസ് ചെയ്യാനുള്ള തീരുമാനം പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത്. ഒരു പ്രൊമോഷൻ ചെയ്തിട്ടില്ല, ഒരു പ്രൊമോഷൻ. അങ്ങനെ വെറുതെ കൊണ്ടിട്ട് ഇറക്കിയതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് ഇതങ്ങ് അടിപൊളിയായി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്നുമല്ല. അന്നത്തെ സാഹചര്യത്തിൽ, വളരെ പരിമിതമായ സാഹചര്യത്തിൽ, കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്തത് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത് പോലും പൂർണ്ണമായി നമുക്ക് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും അന്നായിരുന്നില്ല. ഇപ്പോൾ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല, ചെയ്യാൻ കഴിഞ്ഞത് ആ ചെയ്തതൊക്കെ തന്നെ വലിയ ഭാഗ്യം. അപ്പം പക്ഷേ അതിനുശേഷം ഞാൻ സിനിമ പഠിക്കാൻ തുടങ്ങി. അതായത് വൺസ് നമ്മുടെ തലയിലേക്ക് ഒരു ഫിലിം ഡയറക്ടർ എന്നൊരു പേര് വന്നതിന് ശേഷം സിനിമ എന്താകണം, ഏതാകണം, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു സിനിമ എങ്ങനെ ഇരിക്കണം. കാര്യം ആദ്യ സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ സിനിമയാണ് നമ്മളെ റീഡ് ചെയ്യാൻ പോകുന്നൊരു പടം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പഠിക്കണം. അപ്പം സിനിമകൾ കൂടുതൽ കാണാനും സിനിമകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വളരെ, അതായത് ഇനിയും കുറച്ചുകൂടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ക്ലീശകളും ഡ്രാമകളും ക്രിഞ്ചുകളും ഒക്കെ കട്ട് ചെയ്തിട്ട് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഈസിലി കണക്റ്റ് ആവുന്നത്. കാരണം നമുക്ക് ഈ ഇപ്പം നമുക്ക് ഹിറ്റടിച്ച പടങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, ഭയങ്കരമായിട്ട് ഹിറ്റടിച്ച മലയാളത്തിൽ എക്കാലത്തെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമ ഞാൻ ഈ അടുത്ത സമയത്ത് ടി വി കണ്ടപ്പോൾ എൻ്റെ അമ്മോ ഇത് എന്തൊരു കൂറ പടവടാ എന്ന് തോന്നിപ്പോയി. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ അത് ഓക്കെ ആയിരുന്നു. ഏറ്റവും വലിയ ഹിറ്റാണ്, ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് പടമാണ് അത്. പക്ഷേ അന്നത്തെ അതിൻ്റെ മേക്കിങ്, അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകന്മാരിൽ ഒരാളും എന്തൊരു കൂറ മേക്കിങ്, എന്തൊരു ചട്ടർ ചളിയാണ് ഇതൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അന്ന് നമുക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ വന്നപ്പോൾ പറഞ്ഞു അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ എന്ന് പറയുന്ന പടവും പഞ്ചവടിപ്പാലവും ഒക്കെയാണ് ഞാൻ അതായത് ഈ KG ജോലി സാറിൻ്റെ പത്മനാഭൻ്റെയൊക്കെ പടങ്ങൾ നമ്മൾ ഇന്നും ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ഫ്രഷാണ്, പുതിയ പടം പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഫോർമാറ്റ്, അതായത് ഇന്ന് ഉപയോഗിച്ച ഒരു ഫോർമാറ്റ് അവർ അന്ന് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അന്ന് ഇവർ ഉപയോഗിച്ച ഫോർമാറ്റിനെ വളരെ ബുദ്ധിപരമായി ഇന്നത്തെ ടെക്നീഷ്യന്മാർ ഉപയോഗിച്ചെടുത്തു. പ്രത്യേകിച്ച് സൗണ്ടിങ്ങിലാണ് സിനിമയ്ക്ക് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഫ്രെയിമിങ്ങിൽ അങ്ങ് ഭയങ്കര അത്ഭുതങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. സൗണ്ടിങ്ങിലാണ് ഈ ഭയങ്കര ഒരു ചേഞ്ച് വന്നത്. സൗണ്ട് തന്നെ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് പുതിയ സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഞാൻ
പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇപ്പം തിയേറ്ററുകളിലേക്ക് വരുന്ന ഓഡിയൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണത്. ഏത് ഓഡിയൻസാണ് വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് കാണിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പം സംഗീത കച്ചേരി അതിഗംഭീരമാണ്, അല്ലെങ്കിൽ ശരത് സാറിൻ്റെ സംഗീത കച്ചേരി അതിമനോഹരമാണെന്ന് അത് കേട്ടിട്ടുള്ള ആസ്വദിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഡബ്സിയുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വേദിയിലിരിക്കുന്നതെങ്കിൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി കൊണ്ട് നടത്തിയിട്ട് ആൾക്കാർ ഇരുന്ന് കൂവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഗീത കച്ചേരിയുടെ കുഴപ്പമല്ല, വേദി മാറിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറയുന്ന കണക്ക് നമ്മളൊരു സിനിമ, അതായത് ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇനി ഒരു പടം ഇപ്പോൾ ചെയ്താലും, അല്ലെങ്കിൽ തിയേറ്ററുകളിൽ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ട് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ചില പടങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു രീതിയിലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പടങ്ങൾ വലിയ രീതിയിൽ വിജയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വേദി അറിഞ്ഞ് പെർഫോം ചെയ്യുക എന്ന് പറയുന്നിടത്തായിരുന്നു. അത് പക്ഷേ പാത്രം നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾക്കുള്ളൊരു ജഡ്ജ്മെൻറ്റിൽ നമ്മുടെ ഈ കോണ്ടൻറ്റ് എവിടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് അവരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഫോക്കസ് ചെയ്യാം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ ആവേശം പോലത്തെ സിനിമ അല്ലെങ്കിൽ തല്ലുമാല പോലത്തെ ഒരു സിനിമ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് എങ്കിൽ അവിടെ കയറി കാണേണ്ട ഓഡിയൻസ് ഏത് ഏജ് കാറ്റഗറി പെട്ടതാണെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവരെ തന്നെ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കണം. അവിടെ വന്ന് ഇപ്പോൾ ജെ ജെ ഹെ എന്ന് പറയുന്ന പടം എടുക്കുമ്പോൾ ഫാമിലി ഓഡിയൻസിൽ തന്നെ എത്തിച്ചാൽ സൂപ്പർ ഹിറ്റ് ആവും. പ്രേക്ഷകനെ പഠിച്ചിട്ട് വേണം ഇപ്പോൾ സിനിമ എടുക്കാൻ. നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രേക്ഷകനെ പരമാവധി ഫോക്കസ് ചെയ്യണം. അതായത് നമുക്കൊരു ടാർഗറ്റഡ് ഓഡിയൻസ്, നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കി പ്രോഡക്റ്റ് ഉണ്ടാക്കണം. അല്ലാതെ പണ്ട് പഞ്ചവടി പാലം മനോഹരമായിരുന്നു എന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ സന്ദേശം നല്ലതായിരുന്നു കരുതിയിട്ടോ, നാടോടിക്കയറ്റം നല്ലതാണെന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ വന്ന് ഇഷ്ടപ്പെട്ട പല സിനിമകളും ചിലത് ഇന്ന് സൂപ്പർ ഹിറ്റ് ആയേക്കാം, പരാജയം. ഇപ്പോൾ ദേവദൂതനൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം വലിയ വിജയമായിട്ട് മാറുകയും ഭയങ്കരമായിട്ട് ഇതിൽ അംഗീകരിക്കുകയും ചിലപ്പോൾ ചെയ്തേനെ. അതേസമയം ഇപ്പോൾ ഒരു 2020 അല്ലെങ്കിൽ ഒരു നരസിംഹമൊക്കെ ഇന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ ആൾക്കാർ നേരെ തിരിച്ച് ഇതിനെ കളിയാക്കിയേനെ. അപ്പം ഇത് വ്യത്യാസമുണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞും പ്രേക്ഷകരുടെ അഭിരുചികളെയൊക്കെ തിരിച്ചറിഞ്ഞും ഒരു സിനിമ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. കാരണം സിനിമാ മേഖലയുടെ കച്ചവടം അല്ലെങ്കിൽ വ്യവസായം അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥയിലാണ്. റിട്ടേൺ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് സത്യം. ഇതിനോടകം ഏതാണ്ട് 115ഓളം സിനിമകൾ റിലീസായിട്ടുണ്ട്. ഇതിൽ 10 പടത്തിൽ താഴെ മാത്രമാണ് യഥാർത്ഥത്തിൽ ബിസിനസ് നടന്നേക്കുന്നത്. നല്ലതെന്ന് പറഞ്ഞ പടങ്ങൾ പോലും പ്രോപ്പറായിട്ട് ബിസിനസ് നടന്നിട്ടില്ല. ബിസിനസ് നടന്നു എന്ന് പറയുന്ന പടങ്ങൾ 1/3, അതായത് OTTയിൽ നിന്ന് ഇപ്പം 4 കോടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പടത്തിന് 75 ലക്ഷം കിട്ടിയ കഥ എനിക്കറിയാം. അപ്പം നമ്മളൊരു നിർമ്മാതാവിനെ കൊണ്ട് കുഴി ചാടിക്കാൻ വേണ്ടി ഒരു പടം ചെയ്തൊരു കാര്യമില്ല. നിർമ്മാതാവ് ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ. ഇന്നിപ്പം സംവിധായകനൊക്കെ എന്ന് പറയുന്നത് വെറും പേരായി മാറി പലപ്പോഴും. ആർക്കും പോയി സംവിധാനമൊക്കെ ചെയ്യാം. കാരണം എല്ലാവരും സംവിധായകന്മാരാണ്. നടൻ സംവിധായകന, ക്യാമറമാൻ സംവിധായകന, ആർട്ട് ഡയറക്ടർ സംവിധായകന, ടെക്നീഷ്യൻ, മറ്റേ അപ്പുറത്തിരിക്കുന്ന സ്പോട്ട് എഡിറ്റർ സംവിധായകന, കാരണം ഇവരെല്ലാവരും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സീനെ. ഒരാൾക്ക് തന്നെ പലതരം റോളുകളാണ്. ഇപ്പം നടന്മാർ സംവിധാനം ചെയ്യുന്നു, അവർ നിർമ്മാതാക്കളാകുന്നു. അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ ഇപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും തരത്തിലേക്ക് വന്നു. മനസ്സിലൊരു കഥയുണ്ടായാൽ ആർക്കും ഇപ്പം സംവിധാനം ചെയ്യാൻ പറ്റും. അതെ. ഇപ്പം താങ്കളുടെ സിനിമ ശരിക്കും അതൊരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെ. ഏത് സിനിമയായിരുന്നു താങ്കൾ അതിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് ഇപ്പം നമ്മളിപ്പം അതായത് ചില പൊളിറ്റിക്കൽ സീക്വൻസുകൾ എഴുതുന്ന സമയത്ത് അപ്പോൾ സന്ദേശം സിനിമയുടെ കട്ടിങ്സുകൾ പിൽക്കാലത്ത്, അതായത് 20 വർഷങ്ങൾ കഴിഞ്ഞും 30 വർഷങ്ങൾ കഴിഞ്ഞും നമ്മളിന്ന് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അതിൻ്റെ ചില കട്ടിങ്സുകൾ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട്. ഒരു പക്ഷേ അന്ന് സൂപ്പർ ഹിറ്റായ അല്ലെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ ഹിറ്റായ ഏതൊരു സിനിമയെക്കാട്ടിയും കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നുണ്ട്. വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവണം എൻ്റെ സിനിമയും. അതിന് ഞാൻ വെച്ച് തിയേറ്റർ ഹിറ്റാണെന്നൊന്നുമില്ല. അത് ഇനിയിപ്പോൾ സത്യമാണ്, അത് സക്സസ് ആണ്. ഇപ്പോഴും ആ പടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇത് കേരളമാണ് എന്ന് ഷമ്മിത്തിലകം പറയുന്ന സാധനം ആയിക്കോട്ടെ, KSRTCയുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പറയുന്ന സാധനങ്ങളോ ആയിക്കോട്ടെ, PSCയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ വന്ന സമയത്തായിക്കോട്ടെ, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് CPM അങ്ങോട്ടും കൊണ്ട് തമ്മിൽ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നൊരു സംഭവം ആയിക്കോട്ടെ, അങ്ങനെ ഇതിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസിക്കുന്ന ഇപ്പം മറ്റേ ആജീവനാന്തകാലം MLA ആയിട്ടിരിക്കാനാടാ എൻ്റെ വിധി എന്ന് പറയുമ്പോൾ വയനാട്ടിൽ സുരേന്ദ്രൻ ചേട്ടൻ തോക്കുന്ന സമയത്തും അതിനെ എടുത്തു വെച്ചിട്ട് വീണ്ടും ഈ ഒരു സാധനം എടുത്തിട്ട് അലക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ പാർട്ടി, ഞാൻ പറഞ്ഞ നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളെ സോഷ്യൽ മീഡിയ ഇപ്പോഴും ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ എന്തെങ്കിലുമൊക്കെ രംഗങ്ങൾ അല്ലെങ്കിൽ മീമുകൾ എൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരു സന്തോഷമാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അങ്ങനെ റെഫറൻസ് എന്നതിലുപരി, അതായത് അപ്പം സന്ദേശം പോലൊരു സിനിമയൊന്നും നമുക്കൊരു പക്ഷേ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ജോണറും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയാം ഈ സാധനം ഉണ്ടല്ലോ, അതായത് അടുത്ത വർഷം എൻ്റെ സിനിമ ചർച്ച ചെയ്യപ്പെടണം. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം
50 കോടി, അല്ലെങ്കിൽ പുലിമുരുകൻ എന്ന സിനിമ 150 കോടി കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോഴും അതിൻ്റെ കട്ടിങ്സുകൾ കാണുന്നതല്ലാതെ അത് ഈ എല്ലാ വർഷക്കാലവും അത് നമ്മുടെ മുന്നിലേക്ക് വരണമെന്നൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ എപ്പോഴും സജീവമാണ്. ഈ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മുമ്പിൽ പലവിധ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ഉള്ളൊരു സാധനം നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളൊരു ആയിരുന്നു പ്രതീക്ഷിച്ചത്. ഓക്കെ. ഇപ്പം എല്ലാവരോടും ചോദിച്ചാലും ഓരോരുത്തർക്ക് അവരെ ഇൻസ്പയർ ചെയ്ത ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമകളുണ്ടാവും. അങ്ങനെ ഏതാണ് താങ്കളെ എനിക്ക് ഇൻസ്പയർ ലോഹി സാറും ശ്രീനിവാസൻ സാറിനെയാണ് ഏറ്റവും എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളത്. പിന്നെ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യനോടൊരു വല്ലാത്തൊരു അതായത് ഒരു ആരാധനയുണ്ട്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ ഈ എഴുതി കൂട്ടുന്നത്. അത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ ഒരാളില്ല. പൂർണ്ണമായും ഭാവനയിൽ നിന്ന് കഥയും കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കാൻ, ഇല്ലാത്തൊരു കാര്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ ശേഷിയുള്ള ആരെങ്കിലും ഒന്നുണ്ടോ? എനിക്കറിയത്തില്ല. നമ്മൾ കണ്ടിട്ടുള്ള പല കഥകളും എവിടെങ്കിലുമൊക്കെ നടന്നതിനെ, അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച് റിയലായിട്ട് നിൽക്കുന്ന കഥകളാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത്. അല്ലാതെ അപ്പോൾ ഇപ്പം വടക്കം വീരഗാഥയിലെ ചന്തു നമ്മൾ കേട്ട കഥകളിൽ വില്ലനാണ്. വില്ലനായ ചന്തുവിനെ ഹീറോയാക്കി മറ്റൊരു വേർഷനിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴം എടുക്കുമ്പം ഭീമൻ നായകനായി സ്വയം ചിന്തിച്ച് നോക്കി കാണുകയാണ്. ഞാനായിരുന്നല്ലോ എല്ലാം, എന്നിലൂടെ ആയിരുന്നല്ലോ എല്ലാം നേടിയെടുത്തത്. അപ്പം എല്ലായിടത്തും പക്ഷേ ഞാൻ 2ാം സ്ഥാനക്കാരനായി അതായത് ഭീമൻ്റെ മനസ്സിലൂടെ ഇതിൻ്റെ ഒരു ചെറിയ സാധനമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞെടുത്തത് ആരംഭിയല്ല. അതായത് എന്ത് നടക്കുമ്പോഴും ഒരാളുടെ ഉള്ളിലേക്ക് കയറി അയാളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അയാൾ ഹീറോയാണ്. അതുപോലെ തന്നെ മറ്റു സിനിമകളൊക്കെ എടുത്താലും ഭാവന സങ്കല്പങ്ങളിൽ അത്ഭുതം തീർക്കുന്ന മനുഷ്യനാണ് MT സാർ. അതുകൊണ്ട് വല്ലാത്തൊരു ആരാധനയാണ്. അതേസമയം ആരെങ്കിലെയൊക്കെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എത്താൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ ലോഹി സാറ് എന്തൊരു വൈകാരികമായിട്ടാണ് സിനിമകളെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത്രയേറെ പെടച്ചിലോടുകൂടി, അതായത് ഒരു കഥാപാത്രങ്ങളുടെ ഒരു 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 നമ്മൾ അവരായിട്ടൊന്നും ഒരു നിമിഷം ചിന്തിച്ചാലുണ്ടല്ലോ എന്തൊരു പെടച്ചിലായിരിക്കും. പല കഥാപാത്രങ്ങളും ഹെവിയാണ് അദ്ദേഹത്തിന്റെ. വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പം ചെങ്കോലിലെ സേതുമാധവൻ്റെ ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ, അതായത് സ്വന്തം മകളെ കൂട്ടിക്കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ അത് മകൻ്റെ മുന്നിലായി പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും. അയാൾ എത്ര വലിയ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലോ ആരാണെന്ന് പറഞ്ഞാലോ അയാൾക്ക് പിന്നീട് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ചെങ്കോലെന്ന് പറയുന്ന സിനിമ ഉണ്ടായതിനെക്കുറിച്ച് ലോഹി സാറ് പറയുന്നുണ്ട്. കിരീടം കഴിഞ്ഞ് പുള്ളി യാത്ര ചെയ്യുന്ന സമയത്ത് ഏതോ ജയിലിലോ മറ്റോ പോയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വെറുതെ ചിന്തിക്കുന്നു, സേതുമാധവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരിക്കുമല്ലോ, എത്രയോ സ്വപ്നങ്ങളുണ്ടായിരുന്ന SI ആവാൻ ആഗ്രഹിച്ച എന്തായിരിക്കും അവൻ്റെ ജീവിതം, അവൻ്റെ അച്ഛൻ്റെ ജീവിതം. അങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്നത്. അല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാർട്ട് ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരു കഥ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പ്രേക്ഷകരെ വിഡ്ഢിയാക്കുന്ന വിവരക്കേടല്ല ഒരു സിനിമയുടെ 2ാം ഭാഗം എന്ന് പറയുന്നത്. അത് കഥാകൃത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന ഒരു വെമ്പലിൽ നിന്ന് ആ കഥാപാത്രങ്ങൾ പുറത്തേക്ക് ചാടുകയാണ്. വേദനയിൽ നിന്ന് ഈ കഥാപാത്രങ്ങൾ സേതുമാധവനോട് പുറത്തേക്ക് വന്നേ പറ്റൂ. ചെങ്കോല് കുറച്ചും കൂടെ വൈകാരികമായിട്ട് നമ്മളെ പിടിച്ചു കുലുക്കും. തിയേറ്ററിലെ പടം കിരീടത്തെക്കാട്ടി പരാജയമായിരുന്നെങ്കിലും ചെങ്കോലിൻ്റെ വല്ലാത്ത വേദന നമുക്ക് സമ്മാനിക്കുന്ന പടമാണ്. അങ്ങനെ ഞാൻ പറയും, കൗരവർ എന്ന് പറയുന്ന സിനിമയില്ലേ, ഈ കൗരവർ എന്തൊരു ഇൻ്റർനാഷണൽ തോട്ടാണ്. ഇന്നൊരു ഹോളിവുഡ് സിനിമ ചെയ്യാൻ പറ്റുമെന്നേ. അതിൽ താൻ കൊല്ലാൻ നടക്കുന്ന ആളുടെ 4 പെമ്മക്കളിൽ ഒരാൾ എൻ്റെ മകളാണെന്ന് തിരിച്ചറിയുന്ന ആൻ്റണിയുടെ ഒരൊറ്റ നിമിഷത്തെ വൈകാരികമായിട്ടുള്ളൊരവസ്ഥ, അതുവരെ തൻ്റെ ഒപ്പം നിന്ന് എല്ലാവരെയും തള്ളിപ്പറഞ്ഞ് ശിക്ഷകനാകാൻ പോകേണ്ട ആൾ രക്ഷകനാകെ വരുന്നത് ഈ ഒറ്റ വരിയിലിരിക്കുകയാണ് കൗരവർ എന്നൊരു സിനിമ. ഇന്നും കൗരവർ നമുക്ക് അതേ തലത്തിൽ ആസ്വദിക്കാൻ. അതായത് കൗരവർ പോലെ, അതായത് എനിക്ക് ചോദിച്ചാൽ ലോഹി സാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് കൗരവറാണ്. ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ്. അത് ഒരു മാസ് ആക്ഷൻ മൂവി പോലെ അവർ ചെയ്തെങ്കിലും അതിൻ്റെ ആ കോറിലടങ്ങിയിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഞാൻ പറഞ്ഞ, അതായത് ആ ആൻ്റണിയുടെ ഒരു പെയിൻ അത് തിരിച്ചറിയാതെ അയാൾക്ക് മാവെ തള്ളി പറയാൻ പറ്റുമോ? അതുവരെ തൻ്റെ ഒപ്പം ജയിലിൽ കിടന്ന കൂട്ടുകാരെ തള്ളി പറയാൻ പറ്റുമോ? ഇയാളുടെ എന്തൊരു മാനസികാവസ്ഥ ഇയാൾക്ക്, എന്തൊരു കഥാപാത്രമാണ് അത് സത്യം പറഞ്ഞാൽ. അങ്ങനെയെല്ലാം അതുപോലെ ഇപ്പം ഈ സമൂഹത്തിൽ നിന്ന് നോക്കിക്കണ്ട് ആക്ഷേപഹാസ്യ രൂപേണ തിരക്കഥകളുണ്ടാക്കി ഭയങ്കരമായ രീതിയിൽ പ്രേക്ഷകരെയും സമൂഹത്തെയും ഒരേപോലെ പരിഹസിച്ചുകൊണ്ടും എന്നാൽ തന്തയ്ക്ക് വിളിച്ചാലും നമുക്ക് വെറുപ്പ് തോന്നാത്ത രീതിയിലുള്ള വിമർശനങ്ങളെ രസകരമായി അവതരിപ്പിക്കാൻ ശ്രീനി സാറിന്റെ അപാരമായ ഒരു കഴിവ്. അപ്പൊ ഇത് രണ്ടും, അതായത് അതാ ഞാൻ പറഞ്ഞത്, ഈ രണ്ടിലും ഭയങ്കരമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള അത്തരം റൈറ്റേഴ്സ് ബാക്കി എല്ലാവരും ഒക്കെ എന്ന് പറയുന്നത് സിനിമയെ കുറച്ചുകൂടെ ഒരു ബിസിനസ് ലെവലിൽ
കണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊടുത്തവരാണ്. ഇവരുടെ സിനിമകൾ ആസ്വദിക്കാനും പറ്റും, അതേസമയം വല്ലാത്ത രീതിയിൽ നമ്മളെ പിടിച്ചുലയ്ക്കാനും പറ്റും. അതാണ് ഈ രണ്ടുപേരിൽ എനിക്ക് ഞാൻ ഒരു ഭയങ്കരമായ ആരാധനയുള്ള ആൾക്കാരാണ് ഈ രണ്ടുപേരും. ഈ ഇപ്പം പറഞ്ഞല്ലോ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ളത്. ഇപ്പം കിരീടത്തിൻ്റെ രണ്ടാം ഭാഗം ചെങ്കോൽ വന്ന് അതിൻ്റെതായ തനിതായിട്ടുള്ളൊരു വഴി ഉണ്ടായിരുന്നു. അപ്പം അതിൽ എന്നെ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന ഒരു സിനിമ, അവിടെ നമ്മൾ കണ്ടത് അതിശക്തമായിട്ടുള്ള ഒരു സൗഹൃദമാണ് അല്ലേ. ഇത്രയും ആൾക്കാർ, ഈ കഥാപാത്രങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന സൗഹൃദത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. പക്ഷെ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ആ സൗഹൃദത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കാശിന് വേണ്ടി സിനിമ എടുക്കുന്നതാണ്. അതായത് മറ്റേതെന്ന് പറയുന്നത് കഥാകൃത്തിന് ഈ കഥാപാത്രങ്ങൾ ഉള്ളിൽ കിടന്ന് അയാളെ മതിച്ച് അയാളെ ഭ്രാന്ത് പിടിപ്പിച്ച് അത് അയാളുടെ മനസ്സിൽ നിന്ന്, കയ്യിൽ നിന്ന്, പേനയിൽ നിന്ന് ഈ എഴുത്തുകളിലായി മാറുന്ന സമയത്ത് അയാൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ഈ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ. അയാൾക്കത് രണ്ടാമത് എഴുതിയേ പറ്റൂ, ആ അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇപ്പം റാംജി റാവുവിലും മാന്നാർ മത്തായിക്കും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, അതിൻ്റേതായ. കാരണം അതിന് കഥ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം എവിടൊക്കെയോ നടന്ന് ഒന്നുമില്ലാതെ നടന്ന 1000 ഗിനാക്കളാൽ കുരുന്നുകൂടും മേഞ്ഞണിഞ്ഞ് മൂന്നും. അപ്പം അവരുടെ സ്വപ്നങ്ങൾ അവരൊരുവിധം നേടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതം എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അത് മാത്രമല്ല, മഹേന്ദ്രവർമ്മയ്ക്ക് എന്ത് സംഭവിച്ചു നമുക്ക് ഇപ്പോഴും അറിയാൻ ആകാംക്ഷയുണ്ടല്ലോ. അതെ, അപ്പോൾ അതിനൊരു ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. റാംജി റാവുവിൻ്റെ വരവിനും ഒക്കെ ഒരു രസമുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതേസമയം അതിൻ്റെ അടുത്ത പാർട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഫീൽ ചെയ്തു? അതായത് സിനിമയെ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ അത് കഥയ്ക്ക് ആവശ്യകതമായി എന്ന രീതിയിൽ വരുമ്പം അതിന് ഭയങ്കര നീതി ഉണ്ടാവും. അതേസമയം പൂർണ്ണമായും കച്ചവടവൽക്കരിച്ച് അതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകളെ, അന്ന് ഹിറ്റായി എന്ന് പറയുന്ന ഒരൊറ്റ കാരണത്തെ ബേസ് ചെയ്തിട്ട് ആ ഹിറ്റ് സ്റ്റാറ്റസിനെ എടുത്തു വെച്ച് വിൽക്കാം നമുക്ക്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കാം. അങ്ങനെ ഒരു കഥ ഇവർ ഉണ്ടാക്കുകയാണ്. കഥ ഉണ്ടാവുകയല്ല, കഥ ഉണ്ടാക്കുകയാണ് ഇവിടെ. അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് പരാജയപ്പെട്ടു പോകുന്നത്. ഏച്ച് കെട്ടി മുഴച്ച് വന്ന് ഇത് പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ പലതിലും കാണുന്നത്. അപൂർവമായി ഇപ്പോൾ ആട് പോലത്തെ ഒരു സിനിമയുണ്ട്, അത് നമുക്ക് ക്വാളിറ്റി ഫിലിമിനകത്ത് കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റുന്നതൊന്നുമല്ല. പക്ഷേ എന്നാലും ഫസ്റ്റ് പാർട്ട് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയുടെ ഒരു താല്പര്യാർത്ഥം സെക്കൻഡ് പാർട്ട് ചെയ്യുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഈ അപൂർവം സിനിമ, സെക്കൻഡ് പാർട്ടൊക്കെ വന്നിട്ട് ഫസ്റ്റ് പരാജയപ്പെടുകയും സെക്കൻഡ് പാർട്ട് ഒന്ന് വിജയിക്കുകയും ചെയ്തിട്ടുള്ള അപൂർവ സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ സിനിമ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആസ്വാദകരുടെ കാര്യത്തിലാണെങ്കിലും സിനിമ ഉണ്ടാക്കുന്നതും സിനിമയുടെ പല മേഖലകളിലും ഇപ്പം നമ്മൾ പറയും കോണ്ടന്റ് ഇസ് ദ കിങ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ ഏത് നായകനോ നായികയോ പുതുമുഖങ്ങളോ ആരോ ആയിക്കോട്ടെ, കോണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ നന്നാവും. മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലും മലയാള സിനിമ പ്രേക്ഷകരുടെ ആസ്വാദന തലത്തിലുമെല്ലാം. പക്ഷേ ഇപ്പോഴും ഈ ഒരു മാറ്റം തിരിച്ചറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഈ നമ്മുടെ മലയാള സിനിമയിലുണ്ടെന്ന് താങ്കൾക്ക് തോന്നാറുണ്ടോ? അത് അവരുടെ കുഴപ്പമല്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹോർമോൺസും നമ്മുടെ ശരീരവും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇതിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് 10 കോടീശ്വരന്മാരായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മൾ പറഞ്ഞ ബിൽഗേറ്റ്സിനെയൊക്കെ പറയാൻ അവരുടെ പേര് മറന്നു കേട്ടോ, ഇത്രയും തലപ്പത്തെത്തിയ ലക്ഷക്കണക്കിന് കോടിയുള്ള ആൾക്കാർ ഏറ്റവും അവസാനം ഭയങ്കര ദരിദ്രരാകുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത് വലിയ പരാജയങ്ങൾ മുന്നിൽ കണ്ട് മരിച്ചിട്ടുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ ഇവരുടെ തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു. പക്ഷേ അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ശാപവും. ഒരിക്കൽ തൻ്റെ തീരുമാനങ്ങൾ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ ഒരിക്കൽ പിഴച്ചു തുടങ്ങും. പക്ഷേ ഇവരുടെ ഈഗോ ഇതിനെ അനുവദിക്കത്തില്ല. തൻ്റെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും ആൾക്കാരുടെ മുന്നിൽ അത് ശരിയാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ പന്തയത്തിൽ പരാജയപ്പെടുന്ന ഇങ്ങനെയാണ്. അപ്പം ഇത് ഈ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിലും ഭയങ്കരമാണ്. അതായത് ഇപ്പം അതിൻ്റെ വേറൊരു സാധനം കൊണ്ടുവരാനാണ് സത്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൂടെ വിനീത് ശ്രീനിവാസൻ ഒന്ന് ശ്രമിച്ചത്. പഴയ ആൾക്കാർ തീർച്ചയായിട്ടും ഞാൻ എന്നും ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നത് പഴയ ആൾക്കാരെ അതിഭീകരമായി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിന് പറ്റിയ പരിപാടി അല്ല അവരുടെ മനസ്സിലുള്ളത്. അവരത് തിരിച്ചറിഞ്ഞിട്ട് മാറിപ്പോവുക എന്നതാണ് അവരുടെ ഏറ്റവും ബുദ്ധി. ഈ കാലഘട്ടത്തിൽ ചിലപ്പം അവരുടെ ക്വാളിറ്റിയൊന്നും വേണ്ട, അവരുടെ കഴിവ് വേണ്ട, അവരുടെ 10-1 കഴിവുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇന്നുണ്ടോ? നമ്മളീ പറയുന്ന KG ജോർജിൻ്റെയോ പത്മരാജൻ്റെയോ എന്തിനു പറയുന്നത് അന്ന് പടമെടുത്ത് പൊട്ടിപ്പോയിട്ടുള്ള ഒരു സംവിധായകൻ്റെ ഇപ്പം മറ്റേ എന്താണെന്ന് പറഞ്ഞത്, മറന്നു നീ നിലാവിൽ എന്ന പാട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ പരാജയപ്പെട്ട പടമാണ്. അതിൽ ഗായകൻ ഒരു പാട്ടുകാരനാണ്.
അയാളെ മനോഹരമായ പാട്ട് പാടുന്ന ഒരാളായിട്ട് അയാളുടെ പാട്ടിലൂടെയാണല്ലോ നമ്മൾ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നത്. അത് കേട്ടിട്ടാണല്ലോ റാഫേലെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പനും വരുന്നത് ഇറച്ചിവെട്ടുകാരൻ്റെ മനസ്സലിയുന്നതും. എത്ര മനോഹരമായ പാട്ടുകളാണ്. അതേപോലത്തെ ഒരു സാധനം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതൊരു ദുരന്തമായി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ട് എത്തുന്നതേയില്ല. ആ കഥയുടെ ഒരു കാമ്പെന്ന് പറയുന്നത് ആ പാട്ടായിരിക്കണമല്ലോ. കാരണം അതിലൂടെയാണ് അങ്ങനൊരു വലിയ മ്യൂസിഷ്യൻ അതിനകത്ത് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു പാട്ട് ഒരു രീതിയിലും പ്രേക്ഷകനെ ഇതുപോലെ പിടിച്ചുലയ്ക്കുന്നൊരു പാട്ടല്ല. പക്ഷേ പരാജയപ്പെട്ടു പോയ സിനിമകളിൽ പോലും, ഞാൻ പറഞ്ഞത് പരാജയപ്പെട്ടു പോയ സിനിമകളിൽ പോലും, ഇപ്പം പ്രേം പൂജാരി എന്ന് പറയുന്ന പടം, ഈ സംഗീതത്തെ ബേസ് ചെയ്ത് ജസ്റ്റ് പറയാം. പ്രേം പൂജാരിയിൽ എന്താ അദ്ദേഹം ചാക്കോച്ചൻ്റെ കഥാപാത്രം അപ്രതീക്ഷിതമായി പാട്ട് പാടിയിട്ടാണല്ലോ തിലകൻ അട്രാക്റ്റഡ് ആകുന്നതും അയാളെ കൊണ്ട് പാട്ട് പാടിച്ച് അയാളെ നല്ലൊരു മ്യൂസീഷ്യനാക്കി കൊണ്ടുവരുന്നതും. അപ്പോൾ അത് തിയേറ്ററിൽ പരാജയപ്പെട്ട പടമാണ്. ആ സിനിമകളിൽ പോലും ഉണ്ടായിട്ടുള്ള ക്വാളിറ്റികൾ പോലും ഇവിടെ 50-60 കോടി കിട്ടിയ പടങ്ങളിലില്ല. നമ്മുടെ മനസ്സിൽ ഇതൊന്നും നിൽക്കുന്നില്ല. ഞാൻ ഇന്നും നിങ്ങളിപ്പോൾ യൂട്യൂബ് എടുത്താൽ പാട്ട് കേട്ടാൽ ഏത് കാലഘട്ടത്തിലെ പാട്ടിരുന്നാണ് കേൾക്കുന്നത്? 90കളിലെ പാട്ട്. എല്ലാവരും, എനിക്ക് തോന്നുന്നൊരു 90% ആൾക്കാരും ഇന്നും FM സ്റ്റേഷനുകൾ എടുത്താൽ വെച്ചാലും എല്ലാവരും കേൾക്കുന്നത് ഇത് നമ്മളിത് പറയുന്നത് നമ്മൾ അമ്മാവന്മാരായതുകൊണ്ടൊന്നും അല്ല. നമ്മളിത് പറയുമ്പം തന്ത വൈബെന്നും അമ്മാവൻ വൈബെന്നും പറയും, അല്ല, അതുകൊണ്ടല്ല. അന്നത്തെ അതിനകത്തൊരു ഒരു അതായത് റിയൽ സംഗീതത്തിൻ്റെയോ റിയൽ ക്രിയേറ്റിവിറ്റിയുടെയൊക്കെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഇന്ന് ഈ പൈസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ താൽക്കാലികമാണ്. ജസ്റ്റ് വരണം, കാണണം, കഴിഞ്ഞു. നമ്മൾ കേൾക്കും, നമ്മളൊരു നിമിഷം കേൾക്കും, ആസ്വദിക്കും, അത് അവിടെ കഴിഞ്ഞു. അപ്പങ്ങളെമ്പാടും ചൂട് ഏറ്റവും ഒറ്റയ്ക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ജിമ്മിക്കും കമ്മൽ എന്നൊക്കെ പറഞ്ഞാൽ ആ നിമിഷം കേട്ട് വൈറലായി കഴിഞ്ഞു. അതായത് അതേ ഉള്ളൂ, കത്തി തീരാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഒരു പടക്കം പോലെ തീരും. മറ്റേത് അങ്ങനല്ല, മറ്റേത് ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് എവർഗ്രീൻ എന്ന് നമ്മൾ ഈ പഴയ പാട്ടുകളെ പറ്റി പറയുന്നത്. ഈ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ അത്രയും നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. ഏറ്റവും ഒരു കാര്യം അവിടെ ദേവദൂതൻ ഭയങ്കര പരാജയം സംഭവിച്ച് നിർമ്മാതാവിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചൊരു പടമാണ്. അതിൽ വിദ്യാസാഗറിൻ്റെ ആ കമ്പോസിഷൻ എന്തരോ മഹാനുഭാവലു, അതിന് ഒരു കോമ്പോസിഷൻ തന്നെ ആ മ്യൂസീഷ്യൻ്റെ ഒരു ഭയങ്കര ടാലൻറ്റിനെ കാണിക്കത്തക്ക രീതിയിലാണ്. അതായത് കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലാലേട്ടൻ്റെ കഥാപാത്രത്തിനെ ഒരു വലിയ മ്യൂസീഷ്യനാക്കി കൊണ്ടുവരാൻ വേണ്ടി ഒരു നിയോഗം പോലെ അയാൾ അവിടെ വരികയും അയാളൊരു വലിയ മ്യൂസീഷ്യനായിട്ട് മാറുകയും ചെയ്യുമ്പോഴും അയാൾ അറിയാതെ സൃഷ്ടിക്കുന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു ആഴം, അത്രയും വലിയൊരു സംഗീതം വേണം എന്ന് പറയുമ്പോൾ അത്രയും വലിയ സംഗീതമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം അതുണ്ടാക്കുമ്പോഴേ ഇത് മനസ്സിൽ നിൽക്കൂ. അത് കാര്യം ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൊരു ഇതുണ്ട്. ഈ രവീന്ദ്രൻ മാഷ് ഇങ്ങനെ യേശുദാസിനോട് ആറാം തമ്പുരാൻ്റെ അതായത് നമ്മൾ ഹരിമുരളീരത്തിനെ കുറിച്ച് പറയുന്ന പശ്ചാത്തലം. അപ്പോൾ ദാസേട്ടൻ വീട്ടിൽ വന്നിരിക്കുമ്പോഴത്ത് പറയുന്നുണ്ട്, രവി അല്ല എന്താ പുതിയ പാടാൻ നമുക്കൊരു പാട്ട്, ഞാൻ നല്ലൊരു ഇത് പശ്ചാത്തലം കേട്ടിട്ടുണ്ട്, ഷാജി പറഞ്ഞതാണ്. അത് ആളിങ്ങനെ പണ്ട് ബലിക്കലിയിലൊക്കെ തലതല്ലി മരിച്ച ആ അപ്പൻ്റെ മോൻ വന്നിട്ട് ആ തറവാട് വീട് മേടിച്ച് അദ്ദേഹം അവിടെ താമസിക്കുമ്പോഴാണ് ഈ തൊട്ട് അവിടെ തന്നെ താമസിക്കുന്ന ദാസ്യക്കാരിയായ കുട്ടി നല്ല സംഗീതം പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ്റെ ഹാർമോണിയപ്പെട്ട് ഇയാൾ മേടിച്ച് കള്ളുകൂടി സഭയിൽ വെട്ടിപ്പൊളിക്കണം, തല്ലിപ്പൊളിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി ഇയാളെ ശപിച്ച് സംഗീതം പഠിച്ചൊരു കുട്ടിയുടെ അടുത്ത് അച്ഛൻ്റെ ഉപാസിച്ചുകൊണ്ടിരുന്ന ഹാർമോണിയം വെട്ടിപ്പൊളിക്കുന്നതെന്ന് കേട്ടിട്ട് ഇയാളെ ഇങ്ങനെ ശപിച്ചിട്ട് ഈ കുട്ടി ഇറങ്ങി ഓടിപ്പോകുന്ന സമയത്താണ് ഇദ്ദേഹം ഹാർമോണിയത്തിൽ ഒരു രാഗം വായിക്കുന്നത്. ഈ രാഗം കേട്ട് ഈ കുട്ടി അവിടെ പെട്ടെന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക. കാരണം ഇവൾ ഞെട്ടിപ്പോവുകയാണ്, ഇത് ആരാണ് ഹാർമോണിയത്തിൽ ഇത്രയും മനോഹരമായിട്ട് ഇങ്ങനൊരു രാഗം വായിക്കുന്നത് എന്നറിഞ്ഞ് അവൾ ഓടി വരുമ്പം ഇയാളിങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഒരു പാട്ട് പാടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ദാസേട്ടൻ ആ കഥ ദാസേട്ടൻ പറഞ്ഞ അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതായത് ആ പാട്ടുകാരനോട് ആ കഥാപാത്രത്തിൻ്റെ വേദനകളും പശ്ചാത്തലങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അങ്ങനെ പാടുന്ന പാട്ടുകാരൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അത്രയും മനോഹരമായ പാട്ടായിരിക്കും വരുന്നത്. ഇന്നെന്ന് പറയുന്നത് അങ്ങോട്ട് വന്ന് റെഡിയാണ്, വന്ന് സ്റ്റുഡിയോയിലോട്ട് കയറുന്നു, അവൻ ഒരു വരി പാടുന്നു, ഓക്കെ അല്ലേ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള പണിയെല്ലാം നീയൊക്കെ എടുത്ത് ഉടനെ ടെക്നീഷ്യന്മാരും സൗണ്ടിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ട് ഇവൻ്റെ സ്വരവും കൊള്ളത്തില്ല, ഇവൻ്റെ സ്വരം നന്നാക്കലാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ പരിപാടി. ഇങ്ങനെ ഇത് ഒരു തരം അതായത് മനുഷ്യൻ്റെ യഥാർത്ഥ കഴിവുകളില്ലാതാവുകയും ടെക്നോളജിയിൽ നിന്നുകൊണ്ട് ഇവൻ വലിയ സ്റ്റാർ ആവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരുടെയും ഇതൊക്കെ ഒരു അതുകൊണ്ട് പത്തിലൊന്ന് റെസ്പെക്റ്റ് പോലും എനിക്ക് ഇന്നത്തെ ഒരു ടെക്നീഷ്യന്മാരുടെ അടുത്തും തോന്നാറില്ല. മാളൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പം മഞ്ഞുമേൽ വോയിസ് ഇത്രയും നമ്മൾ പറയുന്നത് ഒരു ടെക്നിക്കൽ ഇന്നും മാളൂട്ടി കാണുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ മഞ്ഞുമേൽ കാണുമ്പോൾ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. മാളൂട്ടി ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു പെടച്ചിലുണ്ടാവുക. നമുക്കറിയാം കൊച്ചിനെ രക്ഷപ്പെടുത്തും, ഇതൊക്കെ അറിയാം. അതാണ് അവരുടെയൊക്കെ. അപ്പം ഞാൻ താരതമ്യം മോശക്കാരാക്കി പറഞ്ഞതല്ല, പക്ഷെ നമ്മളെ അവർ പിടിച്ചിരുത്തുന്നതിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളവരായിരുന്നു, അത്രയും പൊട്ടൻഷ്യൽ. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്. ഇത് മോശമായി കഴിഞ്ഞാൽ വീണ്ടും റീഷൂട്ട് ചെയ്യുക.
അന്ന് ആരിൽ സമ്മതിക്കും ഇതൊക്കെ? ഇത് കാണാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ഇതെന്താ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയാം? അതല്ലേ ഏറ്റവും വലിയ രസം. കുഴി കിടക്കുന്ന കൊച്ചിനെ ഇത് ഫിലിമിനകത്ത് ഇത് പതിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം കൂടെ ലാബിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും ഇവർക്ക് അറിയത്ത കൂടിയില്ലേ. മനസ്സിൽ കിടക്കുക, തലയ്ക്കുള്ളിൽ കിടക്കുക. ഇന്ന് ഒരുത്തം മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് എന്നിട്ട് ഇവന് തെറ്റുക. മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാം നോക്കിയിട്ട് ആയിരിക്കും രണ്ടാമത് ഒന്നുകൂടെ നമുക്ക് റീപ്ലൈ അടിച്ച് അയ്യോ ഒരവിടെ ദൂരത്ത് നടക്കുക. ഇതാണ് ഇപ്പം പറയുന്നത്. മറ്റേത് ഒരു സംവിധാനം അവിടെ ഇരുന്നിട്ട് അയാളുടെ മുഖത്ത് കണ്ണിൽ ഒരു ഫ്രെയിം സൃഷ്ടിച്ച് വെച്ചിട്ട് ആ ഫ്രെയിമിനുള്ളിൽ എല്ലാം. ഇന്നും പഴയ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റും. ആരെങ്കിലും വെറുതെ നിൽക്കുന്നിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ കണ്ണവിടെ എത്തുന്നില്ല. ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അതിലെല്ലാം ഈ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ OTT പ്രേക്ഷകർ അല്ലെങ്കിൽ തിയേറ്റർ പ്രേക്ഷകർ എന്ന രണ്ട് രീതി നമുക്ക് കാണുന്നുണ്ട്. കാരണം ഇപ്പം പല തിയേറ്ററിലും നല്ല റെസ്പോൺസ് കിട്ടുന്ന സിനിമകൾ OTT വരുമ്പോൾ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ പ്രേക്ഷകരെ നമ്മൾ രണ്ടായിട്ട് കാണേണ്ട ഒരു ആവശ്യമുണ്ടോ ഇപ്പോൾ? അല്ല, അതാ ഞാൻ ഈ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ലളിതമായി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സംഗീത കച്ചേരി അതിമനോഹരമാണ് എന്ന് കരുതി ഇപ്പം ഡബ്സിയുടെ റാപ്പുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിരുന്ന് കാണുന്നത് വ്യത്യസ്തമുണ്ടാകും. അപ്പം തിയേറ്ററുകളിൽ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ OTTയിൽ മറ്റൊരു തരത്തിലുള്ളൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് ഈ സിനിമ എത്തും. അതായത് വിജയിച്ചു എന്ന് കേട്ടിട്ടാണ് ഇവനത് കാണുന്നത്. വിജയിച്ചു എന്ന് കേട്ട സിനിമ ഇവൻ കാണുമ്പോൾ ഇവന് ഒട്ടും അവനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാര്യം പിന്നെന്ന് പറഞ്ഞാൽ തിയേറ്ററിനകത്തേക്ക് ഇവനെ ആസ്വദിപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലെന്ന് പറയുന്നൊരു പടം യഥാർത്ഥം ഞാനൊരു സ്ഥലത്തും ചിരിച്ച പടമൊന്നുമല്ല. എനിക്ക് ഒട്ടും അങ്ങോട്ട് അങ്ങനെ വർക്കായിട്ടുള്ളൊരു സിനിമയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലിരുന്നൊരു സിനിമ കാണുമ്പോൾ പലയിടത്തും ആൾക്കാരിരുന്ന് ചിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചിരി വരും. നമ്മുടെ ഒപ്പമുള്ള ഓഡിയൻസിൻ്റെ ഒരു സന്തോഷം അറിയാതെ നമ്മളിലേക്ക് എത്തും. അങ്ങനെ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കും, എല്ലാവരും ആസ്വദിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരാൾ നമ്മളെന്തൊക്കെ ചിരിച്ചാൽ നമ്മളും അങ്ങ് ചിരിക്കും. അങ്ങനെ നമ്മളങ്ങ് അതിനെ അങ്ങ് കണ്ടു കളയും. പക്ഷേ അതേ സാധനം നമ്മൾ OTTയിൽ കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്നാണ് കാണുന്നത്, നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. അതേസമയം തിരിച്ച് സംഭവിക്കും. വലിയ പരാജയപ്പെട്ട പടങ്ങൾ OTTയിൽ ഇരുന്ന് കണ്ട് നമ്മൾ, അല്ലെങ്കിൽ TV യിൽ ഇരുന്ന് കണ്ട് നമ്മൾ അതിമനോഹരമാണെന്ന് പറയുകയും ചെയ്യും. ഈ സിനിമ അല്ലെങ്കിൽ നാടകം ഇതൊക്കെ നമ്മളെ വളരെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആൾക്കാരോട് സംവേദിക്കാൻ പോലും നമ്മൾ തെരുവ് നാടകം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ച് മലയാളികൾ നമ്മളത് ചെയ്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒരു നടൻ പറയുകയാണ്, എൻ്റെ സിനിമ നിങ്ങൾ തിയേറ്ററിൽ 2.5 മണിക്കൂർ കണ്ടാൽ മതി, അതിനുശേഷം നിങ്ങളത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ വീടുകളിലേക്കോ നിങ്ങളുടെ തീൻമേശകളിലേക്കോ ആ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഒരു സിനിമ നമ്മുടെ വീടുകളിലും നമ്മളുടെ കൂട്ടങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ തീൻമേശകളിലും ചർച്ച ചെയ്യപ്പെടുമ്പോഴല്ലേ ആ സിനിമ വിജയിക്കുന്നത്? 100%. നമ്മളിപ്പം കുറച്ച് മുമ്പ് ഇരുന്ന് എന്തുകൊണ്ടാണ് കൗരവറിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റ് പഴയ സംവിധായകരുടെ വർക്കുകളെക്കുറിച്ചും പാരപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിനെ കുറിച്ചൊക്കെ ഞാനും എന്തുകൊണ്ട് സംസാരിച്ചു? അവരുടെ സൃഷ്ടികൾ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാനുണ്ടാക്കുന്ന ഒരു സാധനത്തെ നിങ്ങൾ കണ്ടിട്ടങ്ങ് കൊന്നു കളഞ്ഞേക്കൂ. ഇപ്പം എനിക്കൊരു കൊച്ചുണ്ടായി, ആ കൊച്ച് വളർന്നു വരണമെന്നും നാളെ ആ കൊച്ചിനെ കുറിച്ച് ആൾക്കാർ നല്ലത് പറയണമെന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കൊച്ചിനെ ഞാൻ ഉണ്ടാക്കി, ഇനി ഡോക്ടർമാരങ്ങ് കൊന്നേക്കൂ, വീട്ടുകാരെല്ലാം കണ്ടില്ലേ, ഇനിയിപ്പോൾ അതിനെ അങ്ങ് കൊന്നേക്കാൻ പറയുന്ന കണക്കാണ് ചർച്ച ചെയ്യപ്പെടേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സിമ്പിളി പറഞ്ഞാൽ കാര്യം അടിസ്ഥാനപരമായി ഇത് സൃഷ്ടിയല്ലേ, ഒരാളുടെ സൃഷ്ടിയാണല്ലോ ഇത് സിനിമ എന്ന് പറയുന്നത്, എഴുത്തെന്ന് പറയുന്നത് എല്ലാം തന്നെ. അത് എല്ലാ കാലഘട്ടത്തിലും ജീവിക്കുന്നു എന്ന് പറയുമ്പോഴാണല്ലോ അതിന് ലൈഫ് ലോങ് എവർഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം. നമ്മൾ നമ്മുടെ ഓരോ വ്യക്തിത്വത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നെൽസൺ മണ്ടേലയും ഗാന്ധിയും ഇവരൊക്കെ ഇന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ചയാക്കുന്നു. അവരുടെ ആശയങ്ങളും അവരുടെ ജീവിതമൊക്കെ ഇന്നും ഈ കാലഘട്ടത്തിന് അനുയോജ്യമെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് പഠിക്കണമെന്ന് തോന്നുന്നത് കൊണ്ടാണ്. അതെ, അതായത് ഇപ്പം ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കാമല്ലോ ഒരു പക്ഷേ. പണത്തിന് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ചിന്തയാണ്. പഴയ ഒരു മനുഷ്യനും പണത്തിന് വേണ്ടി സിനിമ ചെയ്തവരല്ല. നമ്മളെയൊക്കെ ഈ സമൂഹം ഇങ്ങനെ ആക്കി മാറ്റിയതാണ്. ഞാനൊന്നും ഒരിക്കലും പൈസയെക്കുറിച്ച് ചിന്തിച്ച ഒരാളെ അല്ല. പക്ഷെ ഞാനിപ്പം കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ സമൂഹം നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളെ അത്രയും അതായത് ആ ഘട്ടം വരെ എത്തിയിട്ട് നമ്മളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചത് ഈ കാലഘട്ടമാണ്. പക്ഷേ പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അന്നൊരു കലാകാരന് വിലയുണ്ടായിരുന്നു. ഇന്നൊരു കലാകാരൻ അവൻ്റെ കാറിൽ വരുമ്പോഴാണ് അവന് വില. ഒടുവിൽ ഉണ്ണികൃഷ്ണനായാലും കൊച്ചിൻ ഹനീഫയായാലും മരിച്ചുപോയ നമ്മളെ സോമൻ സാറ്, സത്യൻ, ആരെ എടുത്തോ, അടുത്ത സമയത്തിട്ട് മരണപ്പെട്ടവരെയൊക്കെ എടുത്തോ, ഇവരൊക്കെ തന്നെ ജീവിതത്തിൽ സിനിമയിൽ നിന്ന് ഒന്നും നേടാത്തവരാണ്. പേരും പ്രശസ്തിയും അല്ലാതെ, അവരുടെ അംഗീകാരങ്ങളല്ലാതെ അവരൊന്നും തന്നെ സാമ്പത്തികമായി രക്ഷപ്പെട്ടവരൊന്നും ആയിരുന്നില്ല. അവരന്നെല്ലാം സിനിമയിൽ അഭിനയിക്കുക, അവർക്കൊരു കഥാപാത്രമായി ജീവിക്കുക, അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോട് നീതി പുലർത്തുക, അതിനുവേണ്ടി അതായിരുന്നു അവരുടെ ലോകം, അതിലായിരുന്നു അവർ അഭിരമിച്ചിരുന്നത്.
പക്ഷേ പിന്നീട് ഇന്നിപ്പം ഒരു സിനിമ വിജയിച്ചാൽ 50 ലക്ഷവും 70 ലക്ഷവും 1 കോടിയും മേടിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ അതൊരു സൃഷ്ടിയായിട്ട് കാണുന്നില്ല. ഈവനിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനും കാണത്തില്ല. എനിക്കത് ഞാനങ്ങനെ ഉണ്ടാക്കിയാൽ ഇപ്പം ഞാൻ ചോദിക്കും, ഇത് പറയുന്ന പത്മരാജനും KG ജോർജും ഭരതനും ഒക്കെ ഇതൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ മലയാളി ആർക്കെങ്കിലും 5 പൈസ കൊടുക്കുന്നു? അവരുടെ ആരുടെയും ജീവിതം ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പറയുന്നു, നമ്മൾ ഇവരുടെ ഒന്നും ജീവിതത്തെക്കുറിച്ചോ ഇവരുടെ കുടുംബത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ മനോഹരമായ കലാസൃഷ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ജീവിതം നശിപ്പിക്കുന്ന എന്തിനാ? നാളെ ഞാൻ മനോഹരമായ കലാസൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി ഒരു സിനിമ എടുത്ത് ഒരു 1.5 വർഷം കഴിഞ്ഞ് ആ സിനിമ കണ്ടിട്ട് ആളിയാ പടം ഉഗ്രം പടമായിരുന്നു കേട്ടോ, അപ്പോൾ തിയേറ്ററിൽ പക്ഷേ ഓടിയില്ലല്ലേ, അത് കഷ്ടമായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഭാര്യയ്ക്കും പൈസയില്ല, മക്കൾക്കും പൈസയില്ല, പൊട്ടിയ പടത്തിൻ്റെ സംവിധാനം സിനിമയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മനോഹരമായ കലാസൃഷ്ടി ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് കഥയിരിക്കുന്നു. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഇത്. കുറച്ച് കാലങ്ങൾ മുമ്പ് ഇവിടെ തുടങ്ങി. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പുതിയ സിനിമാ തലമുറയിലെ ആൾക്കാരെ മൊത്തം എടുത്താലും അവരുടെ ഫോക്കസ് മുഴുവൻ പണമാണ്. ഡേറ്റില്ല എന്ന് പറയുന്ന ഏതൊരു നടൻ്റെ അടുത്തോട്ട് ചെന്നിട്ടും അവൻ ചോദിക്കുന്നതിനെക്കാട്ടി ഒരു 50 ലക്ഷം കൂടുതൽ കൊണ്ട് കൊടുത്താൽ നാളെ അവൻ ഡേറ്റ് വരും. ഇവിടെ പലരും പറയും ഞങ്ങൾക്ക് ഡേറ്റില്ല, ഒരു വെണ്ടക്കേ ഇല്ല.